അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റൗവിൽ കനലിൽ തന്നെ ദം ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉള്ളി പൊരിക്കണില്ല. ചിലർക്ക് ഉള്ളി ഒരുപാട് ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുന്തിരിയും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുഴുവനായിട്ടൊന്ന് കോരി മാറ്റുന്നുണ്ട്. കറിവേപ്പിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഴുവൻ നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 5 ഗ്രാമ്പു, ഒരു 4 ഏലക്കയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് 1 കിലോ അരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പൈസസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കനം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഉള്ളിയുടെ കളർ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കരുത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഉള്ളിയുടെ ആ ഒരു നല്ല മണമൊക്കെ വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത്. ഇത് ജീരകശാലയുടെ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുതിർത്ത് വെക്കണില്ല. അരി ഫ്രൈ ആക്കി എടുക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അരി കുതിർത്ത് വെക്കണില്ല. ഡയറക്റ്റ് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അരിയൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ. ഞാൻ ജീരകശാലൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അരി തന്നെ വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു അടുപ്പത്തൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ കെറ്റലിൽ തിളപ്പിച്ചിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ നല്ല പോലെ തന്നെ അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അരിയുടെ കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അരിയുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അരി ഫ്രൈ ആയി വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം രീതിയിലാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്തിന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളമാണല്ലോ ഒഴിച്ചിട്ടുള്ളത്. ഒരിക്കലും പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇനി നമ്മളൊരു തുണിക്കഷ്ണത്തിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതുപോലെ അതേ അളവ് തന്നെ ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ട് ഒന്ന് കിഴി കെട്ടുന്നുണ്ട്. ഇത് ഡയറക്റ്റ് നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീരകമൊക്കെ ചോറാകെ വൃത്തിയിടാവും. അതുകൊണ്ട് തന്നെ ഇതുപോലെ കിഴിയാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോറ് വെന്തതിന് ശേഷം ഈ കിഴി അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയാൽ മതി. മറ്റേ ജീരകം ഒരുപാടാവും കേട്ടോ ചോറിൽ. അപ്പോൾ ഒരു ചോറ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ചെറിയ തീയിലാക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിയും. ചോറ് ശരിക്ക് കറക്റ്റ് വേവായി കിട്ടൂല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വെള്ളം മുഴുവനായിട്ടൊന്നും വറ്റിയിട്ടില്ല. ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ദം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില അതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് കഴിക്കുന്ന സമയത്തും കാണാനാണെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും ക്യാരറ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കനലാണ് വെക്കുന്നത്. ഞാനിവിടെ ചാർക്കോളിൻ്റെ പീസസ് അളന്ന് കത്തിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് കത്തിച്ച സമയത്ത് നല്ല പുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കനലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോറ് സെർവ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ചോറ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ജീരകത്തിൻ്റെ ആ ഒരു മിക്സിൻ്റെ ആ ഒരു കിഴി എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മൊത്തം നമുക്ക് ഈ ഒരു ചോറിലുണ്ടാവും. ജീരകമൊന്നും നമ്മുടെ ഒരു ചോറിൽ ആയിട്ടില്ല. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ കൂടെ, ചിക്കൻ്റെ കൂടെ, മട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ദം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ നെയ്ച്ചോറിന് കിട്ടുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ അടുപ്പാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ നിന്ന് കുറച്ച് കനലെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതിവിടെ ആകുമ്പോൾ നമുക്ക് ചാർക്കോൾ പീസ് കത്തിച്ചിട്ടേ കനലുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.